കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും ഇന്നവിറ്റബിൾ എന്നൊക്കെ പറയുന്നത് മന്ത്രിസഭാ പുനഃസംഘടന തന്നെയാണ്. മന്ത്രിസഭാ പുനഃസംഘടന ജൂൺ അവസാനം ഉണ്ടാവും, ജൂലൈ ആദ്യം ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. എന്തായാലും ഇനിയും ഇത് വൈകുകയാണെങ്കിൽ വലിയൊരു പണി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ മന്ത്രിസഭയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരിക, പ്രത്യേകിച്ച് ഈ പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ശേഷം ഒരുപാട് ചെറുപ്പക്കാരെയൊക്കെ ഇൻഡക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ഒരു പരിധിവരെ BJPക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തെ കുറച്ചൊക്കെ ഒന്ന് മയപ്പെടുത്താനും അതുവഴി സാധിക്കും. കാരണം ചെറുപ്പക്കാർക്ക് കാര്യമായിട്ടുള്ള പ്രാതിനിധ്യം കേന്ദ്ര മന്ത്രിസഭയിലും പാർട്ടിയിലൊന്നും ഇല്ല എന്നത് വസ്തുതയാണ്. എല്ലാ പാർട്ടിയിലും ഇതൊക്കെ തന്നെയാണ് സിറ്റുവേഷൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ BJP ആണല്ലോ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP ആയിരിക്കും കൂടുതലായിട്ട് ആൾക്കാർ വിമർശിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ BJPയുടെ പ്രശ്നങ്ങളാണ് കൂടുതൽ പുറത്ത് വരിക എന്നതാണ് ഒരു വസ്തുത. ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ ഒരു ആവറേജ് ഏജ്, അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു ആവറേജ് ഏജ് 61 അതൊക്കെ വളരെ കൂടുതലാണ്. സ്വാഭാവികമായും ചെറുപ്പക്കാരെ കൂടുതൽ കൊണ്ടുവരേണ്ടതുണ്ട്. നിലവിൽ മന്ത്രിസഭയിൽ ആകെ 2 പേരാണ് 40 വയസ്സിന് താഴെയുള്ളത്. ഒന്ന് രക്ഷാ ഖഡ്സെ എന്ന് പറയുന്ന യൂത്ത് സ്പോർട്സ് സഹമന്ത്രി, മഹാരാഷ്ട്രയിൽ നിന്നുള്ള BJP നേതാവാണ്, 39കാരിയാണ്. മറ്റൊരാൾ 38കാരനായ സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററായിട്ടുള്ള രാം മോഹൻ നായിഡു, ആന്ധ്രയിൽ നിന്നുള്ള TDPയുടെ നേതാവ്. ഇവർ 2 പേര് മാത്രമേ ഉള്ളൂ നിലവിൽ 40 വയസ്സിന് താഴെയുള്ളൂ കേന്ദ്ര മന്ത്രിസഭയിൽ എന്നതൊരു വസ്തുത തന്നെയാണ്, ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറുപ്പക്കാരെ കൂടുതലായിട്ട് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. 2025 ഗുജറാത്തിൽ BJP ഒരു മാതൃക കൈക്കൊണ്ടിരുന്നു. അത് സക്സസ് ആയി മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. 2025 മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിനെ മാത്രം നിലനിർത്തിക്കൊണ്ട് വലിയൊരു ചേഞ്ചാണ് മന്ത്രിസഭയിൽ, കംപ്ലീറ്റ് ഒരു ഓവർഹോളാണ് BJP നടത്തിയത്. ഹർഷ് സാങ്വിയെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഉപമുഖ്യമന്ത്രിയാക്കി ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പം ജഡേജയുടെ ഭാര്യയായ റിവാബ ജഡേജ, ക്രിക്കറ്റ് താരം ജഡേജയുടെ ഭാര്യയായ റിവാബ ജഡേജയൊക്കെ മന്ത്രിസഭയിൽ വന്നു. ഒരുപാട് മാറ്റങ്ങൾ, ചെറുപ്പക്കാരായ ഒരുപാട് മുഖങ്ങൾ മന്ത്രിസഭയിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം ഗുജറാത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ഒരു ചെറിയൊരു ഫെറ്റീഗും ഒരു തളർച്ചയൊക്കെ പൊതുവേ ഉണ്ടായിരുന്നു ഭരണത്തിനെതിരെ. അപ്പോൾ അത് വലിയ തോതിൽ മാറ്റാൻ BJPക്ക് ആ ഒരു നടപടി വഴി സാധിച്ചു. അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു വിജയമാണ് നേടിയത്. തൂത്തുവാരുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ഗുജറാത്തിൽ ഗംഭീര വിജയം നേടാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഗുജറാത്ത് മാതൃകയിൽ ഒരു കംപ്ലീറ്റ് ഓവർഹോൾ BJPയുടെ ഭാഗത്തു നിന്നും, അതിപ്പോൾ പാർട്ടിയിലാണെങ്കിലും കേന്ദ്ര മന്ത്രിസഭയിലും വേണമെന്നുള്ള ഒരു ആവശ്യമാണ് പല ആളുകളും മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ആ ഒരു വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു മാറ്റം തന്നെ അധികം വൈകാതെ ഉണ്ടാവും. ഈ പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞ ഉടൻ മന്ത്രിസഭാ പുനഃസംഘടന വരുമ്പോൾ രാഘവ് ചദ്ദയും ശ്രീകാന്ത് ഷിൻഡെയും ഒരുപക്ഷെ വാസുരി സ്വരാജും തേജസ്വി സൂര്യയൊക്കെ മന്ത്രിസഭയിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ശാംഭവി ചൗധരിയെ പോലുള്ളൊരു ജെൻസി നേതാവൊക്കെ ബീഹാറിൽ BJPക്ക് ഉണ്ട്. BJPക്കല്ല, BJP സഖ്യത്തിന് LJPയുടെ ലീഡറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ മന്ത്രിസഭയിലേക്ക് കൂടുതൽ കൊണ്ടുവരുന്നത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം എത്രയാണെങ്കിലും ചെറുപ്പക്കാരുടെ വികാരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. BJP അതിൻ്റെ ആക്ഷൻസൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. നരേന്ദ്രമോദി ഉൾപ്പെടെ പരമാവധി മന്ത്രിമാരോടൊക്കെ ചെറുപ്പക്കാരുമായിട്ട് സംവദിക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാം വഴിയുള്ള ആക്സസ് ഒക്കെ വളരെ കൂടുതലാണ്. പക്ഷെ എന്നാലും BJPയെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ചെറുപ്പക്കാരെ കൂടുതലായിട്ട് പാർട്ടിയിലേക്കും സർക്കാരിലേക്കും കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. കാരണം അവരാണ് ഭാവി. കാരണം ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഏതാണ്ട് 60% എന്ന് പറയുന്നത് 35 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ അവരാണ് ഫ്യൂച്ചർ. അവർക്ക് അത്ര വൈകാരികതയൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ എന്തായിരുന്നു സാഹചര്യം, അദ്ദേഹം വന്നതിൻ്റെ ആ ഒരു പ്രസക്തിയൊന്നും അറിയുന്ന ആളുകളായിരിക്കില്ല ഇന്നത്തെ 20ഉം 25ഉം വയസ്സുള്ള ആളുകളൊക്കെ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചെറുപ്പക്കാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള മാറ്റങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത്തരം തിരിച്ചടികളെയൊക്കെ അതിജീവിച്ച പാർട്ടി തന്നെയാണ് BJP. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് വലിയൊരു തിരിച്ചടി, പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചടി BJP നേരിട്ടു. പക്ഷെ അതിനുശേഷം എത്ര ഗംഭീരമായിട്ടാണ് പാർട്ടി തിരിച്ചു വന്നതെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ കൂടുതൽ ശക്തമാവുകയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും BJPയുടെ ഭാഗത്തു നിന്ന് അത്തരം നടപടികളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന സംഭവങ്ങളൊക്കെ, UP ഇലക്ഷൻ, അത് BJPക്ക് വളരെ നിർണായകമായിരിക്കും. ഏത് വിധേനയും RSSും ഒക്കെ ആയി ചേർന്ന് ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് തന്നെ വിജയം നേടേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിസഭയിൽ കൂടുതൽ ചെറുപ്പക്കാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ടോട്ടൽ റീവാമ്പ്, അതായത് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മന്ത്രിമാരെ മാത്രം നിലനിർത്തി ഒരു റീവാമ്പ് നടത്തേണ്ടതുണ്ട്.